നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഉംറ തീർത്ഥാടകരുമായി യാത്ര ചെയ്യവേ മലയാളി ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. 40ഓളം വരുന്ന ഉംറ തീർത്ഥാടകർക്ക് തുണയായത് കൂടെയുണ്ടായിരുന്ന മറ്റൊരു മലയാളി സഹ ഡ്രൈവറുടെ സാഹസികത തന്നെയാണ്. ഉംറ തീർത്ഥാടനം നിർവഹിച്ച മദീന സന്ദർശനവും പൂർത്തിയാക്കി സൗദി തലസ്ഥാനമായ റിയാദിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിലാണ് ബസ് ഡ്രൈവർ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി നസീം കുഴഞ്ഞു വീണത്. ബസ് നല്ല വേഗത്തിലായിരുന്നു മദീനയിൽ നിന്ന് റിയാദ് ലക്ഷ്യം വെച്ച് വന്നത്. ഇതിനിടയിലാണ് ഡ്രൈവർ നസീമിന് ശാരീരിക അസ്വസ്ഥതയുണ്ട് എന്ന് സഹ ഡ്രൈവർക്ക് തോന്നിയത്. ഉടൻ തന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്തിയ ഇദ്ദേഹം നിയന്ത്രണം ഏറ്റെടുക്കുകയും ബസ് സുരക്ഷിതമായി ഒരിടത്ത് നിർത്തുകയും ചെയ്തു. നസീമിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വാദിനൂർ ഉംറ ഗ്രൂപ്പിന്റെ ബസ്സാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. റിയാദിൽ നിന്ന് 560 കിലോമീറ്റർ അകലെ ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവമുണ്ടായത്. 40ലധികം ഉംറ തീർത്ഥാടകർ ഉണ്ടായിരുന്നു ബസ്സിൽ. ബുധനാഴ്ച രാവിലെയാണ് ഇവർ മദീനയിൽ നിന്ന് റിയാദിലേക്ക് തിരിച്ചത്. ഉച്ചയോടെ ഈ ഉക്ലദുസ്കറിൽ എത്തുകയും ചെയ്തു. നസീമിന്റെ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഉംറ തീർത്ഥാടകൻ മുണ്ടക്കയം സ്വദേശി മദീനയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മുണ്ടക്കയം പൈങ്ങന തടത്തിൽ പരീദ് ഖാനാണ് മരിച്ചത്. 79 വയസ്സായിരുന്നു. തിങ്കളാഴ്ച ഭാര്യയോടും ബന്ധുക്കളോടൊപ്പം മക്കയിലെത്തി ഉംറ ചെയ്തിരുന്നു. ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത പള്ളിയിലെത്തിയപ്പോഴാണ് കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിം ലീഗ് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം, ടൗൺ ജമാഅത്ത് കമ്മിറ്റി അംഗം, ഡോക്ടർ രാജൻ ബാബു ഫൗണ്ടേഷൻ ട്രഷറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു.